തെറി എന്ന് പറയുന്നത് ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഉപയോഗിക്കാറില്ല തെറി. അതുപോലെ തെറി പറയുന്നവരോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഈ സിനിമ ഞാൻ കണ്ടിട്ടുമില്ല. തെറിയില്ലാത്ത വെർഷനുണ്ട്. ജോർജ് ജോർജിനെ സിനിമയിൽ അഭിനയിക്കാൻ കാശ് കിട്ടിയിട്ടില്ല. തെറിയില്ലാത്ത വെർഷനാണ് അവാർഡിന് അയച്ചതെന്ന് നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി അതിന് ഉത്തരം കൊടുത്തു. 5 ലക്ഷം രൂപ പ്രതിഫലം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വീണ്ടും ജോർജ് ജോർജ് എന്ന് പറഞ്ഞു 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്, പക്ഷെ തെറിയില്ലാത്ത വെർഷൻ പ്രദർശിപ്പിക്കുമെന്ന് വിചാരിച്ചുവെന്ന്. തെറി ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറി ആ സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സീൻ ഡബ് ചെയ്യുന്നത്? ചുമ്മാ സ്റ്റോറി ഇത് വെക്കാൻ വേണ്ടിയിട്ടോ? അങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കുമെന്ന് ചിന്തിക്കാനുള്ളൊരു ബോധം ജോർജ് ജോർജിന് വേണമായിരുന്നു. അത്ര ഒരു മണ്ടനല്ല ജോർജ് ജോർജ് എന്ന് എനിക്ക് തോന്നുന്നത്. സിനിമയ്ക്ക് വേണ്ടി ഒരു ഭാഗം ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിനിമയിൽ വരുന്നത് സ്വാഭാവികമല്ലേ? സിനിമ ഇറങ്ങി ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ തെറി വന്നു, അത് ശരിയായില്ല, ആ ഭാഗം അത് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് അത്ര വലിയ കാര്യമായിട്ട് അയാൾ എന്തോ ഒരു മാതിരി അത്ര ആവശ്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഇടയിൽ ജോർജ് ജോർജ് പറഞ്ഞു ഞാൻ ചില കുട്ടികളെ ഉപദ്രവിക്കുന്ന സീനൊന്നും ഞാൻ അഭിനയിക്കില്ല, അങ്ങനെ പല പല സീനുകളൊന്നും ഞാൻ പണി എന്ന മൂവി സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ശ്രീ ജോർജ് ജോർജ് ആണ്. അതിൽ എത്ര വേണ്ടാത്ത സീനുകളുണ്ട്, എത്ര വയലന്റ് ആയ സീനുകളുണ്ട്, കുട്ടിയെ പീഡിപ്പിക്കുന്ന സീനുകളുണ്ട്. സാഗർ സൂര്യയും കാമുകിയും കൂടിയുള്ള ബാത്റൂം സീൻ അത് ആവശ്യമുള്ളതാണോ? പീഡിപ്പിക്കുന്ന സീൻ അത് ആവശ്യമുള്ളതാണോ? ആ പീഡനത്തിന് പകരം അത്രയും മാന്യമായ രീതിയിലാണ് താൻ ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പെൺകുട്ടിയുടെ കയ്യും കാലും തല്ലിയോടിച്ച സീനാക്കിക്കൂടെ? എന്തിനീ പീഡിപ്പിക്കുന്ന സീൻ തന്നെ ആക്കുന്നു? തന്റെ സിനിമയിൽ അങ്ങനെ ചേർക്കുകയും മറ്റുള്ളവരുടെ സിനിമയിൽ അത് വേണ്ട എന്ന് പറയുന്നത് ശരിയായ പ്രവൃത്തിയാണോ മിസ്റ്റർ ജോർജ് ജോർജ്?